തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. മലപ്പുറം എടവണ്ണയിലും കൽപ്പറ്റയിലുമായിരുന്നു പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്. വയനാടും റായ്ബറേലിയും ഉപേക്ഷിക്കുന്നതിൽ ധർമ്മസങ്കടമെന്നും വയനാടിനും റായ്ബറേലിക്കും സന്തോഷം നൽകുന്ന തീരുമാനമായിരിക്കും സ്വീകരിക്കുകയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാവിലെ 10:05 കരിപ്പൂരിൽ വിമാനമിറങ്ങി എടവണ്ണയിലേക്ക് തുറന്ന വാഹനത്തിൽ സ്വീകരണ വേദിയിലെത്തിയ രാഹുൽ സദസ്സിനെ അഭിവാദ്യം ചെയ്തു. LDF, UDF വോട്ടർമാർക്ക് നന്ദി പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. വയനാട്ടിലെ ജനം വലിയ പിന്തുണയാണ് നൽകിയത്. എനിക്ക് ഔദ്യോഗിക വസതി നഷ്ടമായപ്പോൾ വയനാട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെയുള്ളവർ കത്തെഴുതി. നമ്മുടെ ബന്ധം തിരഞ്ഞെടുപ്പിന് അതീതമാണ്. നിങ്ങൾ എന്നെ കുടുംബാംഗത്തെ പോലെ കരുതി. ED ചോദ്യം ചെയ്തപ്പോഴും 2 വർഷം ജയിൽ ശിക്ഷ വിധിച്ചപ്പോഴും പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയപ്പോഴും നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നു. ജീവിതകാലം മുഴുവൻ ഇതെന്റെ മനസ്സിലുണ്ടാകും. റായ്ബറേലിയും വയനാടും ഒരുപോലെ ഇഷ്ടമാണെന്നും ഏത് ഉപേക്ഷിക്കണമെന്നത് ജനങ്ങളോട് ചോദിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I have a dilemma in front of me. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? Unfortunately, like the Prime Minister, I am not guided by God. I am a human being. Modi ji has a strange Paramatma. His Paramatma makes him take all the decisions in favor of Adani and Ambani. But unfortunately, I do not have this luxury because I am a human being and God does not order me. My God is the poor people of India. My God is the people of Wayanad. So for me it's very easy. I just go talk to the people and my God tells me what to do. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച പ്രസംഗ ഭരണഘടനയും രാഹുൽ ഉയർത്തിക്കാട്ടി. നരേന്ദ്രമോദിയെ പോലെ തനിക്ക് രാഷ്ട്രീയ ഉപദേശം നൽകുന്നത് ദൈവമല്ലെന്നും ജനങ്ങളാണെന്നും രാഹുൽ പരിഹസിച്ചു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, MM ഹസൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു. 100 കണക്കിന് പേരാണ് രാഹുലിനെ വരവേൽക്കാൻ എടവണ്ണയിലും കൽപ്പറ്റയിലും എത്തിയത്. അമൃത ന്യൂസ്, വയനാട്.